ഒരു ഈ സ്കൂളിന്റെ ഈ കുട്ടികളുടെ വിഷയമല്ല യഥാർത്ഥത്തിൽ മൊത്തത്തിൽ കാസയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്കറിയാം ഇതിനു മുമ്പ് കുറെ വിവാദം ഉണ്ടായി. അതിനകത്ത് കാസ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ആ ഉപയോഗപ്പെടുത്തിയതിന്റെ ഫലം BJP അത് പിന്നെ എന്ത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ BJPയുടെ പ്രതിനിധിക്ക് വിഷമം. അവിടെ 4 ദിവസം കഴിഞ്ഞിട്ട് പോയതെന്താ? അതുവരെ അവരുടെ പോഷക സംഘടനയായ കാസ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. BJP അങ്ങോട്ട് പോകണ്ട, നിർദ്ദേശം കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല കേരളത്തിലെ ആൾക്കാർ. അതുകൊണ്ട് ഈ കാസയുടെ പ്രവർത്തനം അവിടെ അവര് പ്ലാൻ ചെയ്തിരുന്നു. അവിടെ കുട്ടിയെ ഇങ്ങനെ അവിടെ അങ്ങനെ അവിടെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങൾ ആഹാരം കഴിക്കുന്നവർക്ക് അന്നം കഴിക്കുന്നവർക്ക് അറിയാം കാസ ഏതൊക്കെയാണ്. കാസ ഏതാ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും. എന്നാ കാസ തീവ്രവാദ സംഘടന എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ BJPക്ക്? പറയാമോ? കാസ തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഹിന്ദു ക്രൈസ്തവ BJPയുടെ പ്രതിനിധിയെടുത്താ ചോദിക്കുന്നത്. കാസ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനുണ്ടായ ഒരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്ത് അവരുടെ സമുദായത്തിലെ അവരുടെ ഇല്ലില്ല ഞാൻ പറയാം. ഞാൻ കാണുന്നത് കാസ അവരുടെ സമുദായത്തിലെ അല്ലെ അവരുടെ മതത്തിനുള്ളിലുള്ള ഭിന്നതകളെ പോലും തുറന്നു പറയുന്ന ഒരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവര് ഹിന്ദുക്കളെ കുറിച്ച് പറയും, മുസ്ലിം മതവിഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയും, അവരുടെ മതവിഭാഗത്തിലുള്ള പ്രശ്നങ്ങളും പറയും. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഛത്തീഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പം കാസ മിണ്ടിയോ? കാസയുടെ ഒരു പ്രതികരണം ഉണ്ടായോ? അല്ല, കാസയെ കുറിച്ച് ചർച്ചയിലേക്ക് വരാം. ഇവിടെ സംഭവിച്ചത് ഇന്നിപ്പോൾ നമ്മുടെ ചർച്ച BJP ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആരുമല്ലല്ലോ ഇടപെട്ടത്, ഞങ്ങൾ പോയി ഇടപെട്ടു. അവർക്ക് വേണ്ട നീതി അവിടെ ആ നിമിഷം നടപ്പിലാക്കി കൊടുത്തു. എന്റെ ഹൈബി ഇടന് SDPയെ സഹായിക്കാൻ വന്ന ഹൈബി ഇടന് അത് സാധിച്ചില്ല. ആ സ്കൂളിന് നീതി കൊടുക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഛത്തീസ്ഗഡ് ചർച്ച ചെയ്താണ്. നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താണെന്ന് അറിയാമോ? ഒരു മന്ത്രി ഇന്നലെ രാത്രി ഇവിടെ എറണാകുളത്തെ ഞാൻ പറയട്ടെ, എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനെ പോലും സ്വന്തം വരുതിയിൽ നിർത്താൻ പറ്റുന്ന എന്തു മാജിക്കാണ് SDPIക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുനമ്പത്തും അവരെ വരുതിയിൽ നിർത്തി നിങ്ങൾ ഇങ്ങനെ കേരളത്തിലെ CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെയും മന്ത്രിമാരെയും MLAമാരെയും ഒക്കെ വരുതിക്ക് നിർത്തുകയാ. അതിന്റെ എന്തു മാജിക്കാണ് SDPIയുടെ കയ്യിലുള്ളത്? ശരി, ആരിഫ് ഹുസൈൻ, അങ്ങനെ എന്തെങ്കിലും മാജിക് ഉണ്ടോ SDPIക്ക്? നമ്മുടെ രാഷ്ട്രീയ സംഘടനകളെ ഇത്തരം സംഘടനകൾക്ക് സാധിക്കുന്ന ആരോപണത്തിനുള്ള മറുപടി വളരെ ആരിഫ് ഹുസൈൻ, ശ്രീ ആരിഫ് ഹുസൈൻ, അദ്ദേഹം പറഞ്ഞോട്ടെ ദയവായി പ്ലീസ്. അതായത് ഇതിപ്പോ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മാജിക് ഒന്നുമല്ല. ഇത് ലോകത്ത് കണ്ടുവരുന്ന ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ്, അതിന്റെ ബാക്കിയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് മാതിരി ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. ഈ SDPI എന്ന് പറയുന്ന പാർട്ടിയാണെങ്കിലും അവർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിക് ജിഹാദിനെയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അങ്ങനെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഇസ്ലാമിക് ജിഹാദ് SDPയെ കുറിച്ച് മോശമായിട്ട് ഇസ്ലാമിക് ജിഹാദ് ആവുന്നു. SDP ജിഹാദ് എന്ന് പറയുന്നത് ഇദ്ദേഹം എങ്ങനെ പറയുന്നത്? അല്ല, ഇദ്ദേഹം പറയുന്നത് കേട്ടിരിക്കണോ രഞ്ജിത്തെ? ഇദ്ദേഹം ഏതാ? ഒരു ആരിഫ് എന്ന് പറഞ്ഞിട്ട് ആരാ ഇദ്ദേഹം? അല്ലല്ല, SDP ജിഹാദ് എന്ന് പറയുന്നത് ഏതാ? ഇദ്ദേഹത്തിന് ഏതാ അവകാശം?
അപ്പോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്. ആ ജിഹാദിലൂടെ ഇന്ത്യയുടെ ഭരണം നിങ്ങളുടെ അത് അവസരം പക്ഷേ നിങ്ങളുടെ അവസരം പക്ഷേ എന്നുള്ളതാണ് വളരെ അവരുടെ ലക്ഷ്യം. അത് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെക്കുന്ന സംഗതിയാണ്. ആ സാധനം ഇവിടെ ഇറക്കുമതി ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ജിഹാദ് എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ നടക്കുന്നു വേണം. നിങ്ങളുടെ തന്നെ കസേരയുടെ മൂട്ടിൽ ഇരിക്കുന്നുണ്ടാവും അതിന്റെ ഡോക്യുമെന്റ് എടുത്ത് വായിച്ചു നോക്കുക. മിഷൻ 2047 ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ കുഴിച്ചു വെക്കുന്ന കുഴിയിൽ വന്ന് ചാടുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഇവിടുത്തെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തോടൊപ്പം ചിലപ്പോൾ കൂടെ ഈ കോൺഗ്രസ്സുകാരും വന്ന് ചാടുന്നു. അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോ ഈ സാധനം നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ അക്രമം കാണിച്ചു. കുറച്ച് നാൾ മുന്നേ കണ്ണൂര് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ നിങ്ങൾ തല്ലിക്കൊന്നു. അതിന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നാണെന്നാ പറഞ്ഞത്. ഈ ലോകത്ത് എന്താ, ഈ നാട്ടിൽ എന്താ വേറെ പൊതുപ്രവർത്തകരൊന്നുമില്ല? ഈ SDPI മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തകരായിട്ട്? ഇദ്ദേഹത്തിന് എന്താണ് നമ്പർ എടുത്ത് വിളിക്കാൻ? അവിടുത്തെ ഒരു മെമ്പറുടെ നമ്പർ എടുക്കാം, അതല്ലെങ്കിൽ ആ വാർഡ് മെമ്പറുടെ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ എടുക്കാം. അതൊന്നും എടുക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ പറയുന്ന അധ്യാപകൻ, ആ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ആളുകൾക്കോ SDPIക്കാരനെ വിളിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ABCD അലിഫ് ബാത്ത അതൊക്കെ നമുക്കും അറിയാം. അപ്പൊ ആ തരം തരികിടെ ഒന്നും ഇവിടെ എടുക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇസ്ലാമോ ലെഫ്റ്റ് അത് നടത്തി വരുന്ന ആ കൂട്ടുകെട്ടിന്റെ പച്ചയായ ഒരു മാനിഫെസ്റ്റേഷൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ടുള്ള ഇടതുപക്ഷവും ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടിയിട്ട് ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദി ആശയം അത് കുഴിച്ചു വെക്കുന്ന ആ ട്രാപ്പിൽ പോയി ചാടി കൊടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ലോകത്ത് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപ്പ് ഇനി ഇവിടെ കുക്ക് നഹി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ ആരിഫ് ഹുസൈനാണ് സംസാരിച്ചത്. ഇപ്പോൾ അതിന് മറുപടി പറയാം. അൻസാരി. അൻസാരി ഹലോ, കേൾക്കുന്നില്ല? അൻസാരി പറയാം. താങ്കൾ കേട്ട് കാണും, മറുപടി പറയാം. താങ്കളുടെ സമയമാണ്. സമയം കിട്ടിയില്ല എന്ന് പിന്നെ പരാതി പറയരുത്. ഇല്ല, ഞാൻ കേട്ടില്ല. കേട്ടില്ല. സോറി, ഒന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല. താങ്കൾക്ക് മറുപടി പറയാം. ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ആരോപണത്തിൽ താങ്കൾക്ക് മറുപടി പറയാം. ഇദ്ദേഹം കേരളത്തിലൊന്നും അല്ലേ ഇയാൾ ജീവിക്കുന്നത്? അല്ല, സംഗീത തന്തയാന്ന് തോന്നി ഇപ്പൊ കണ്ടപ്പോ. ആഹാരം കഴിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ മെമ്പറും ജനപ്രതിനിധിയൊക്കെ ഒരു മിനിറ്റ് പിന്നെ മെമ്പറെയോ ജനപ്രതിനിധിയോ ഒക്കെ വിളിക്കാതെ SDPI വിളിച്ചപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞത്. അപ്പൊ ഒരു മെമ്പറേക്കാൾ സ്വാധീനം ആ നാട്ടിൽ SDPIയുടെ പ്രവർത്തകർക്കുണ്ടെങ്കിൽ അതിൽ അഭിമാനമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ അതാ പറയുന്നത്. നേരത്തെ ഇവിടെ BJPയുടെ ഇത് പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഹൈബീഡനെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു, പിന്നെ ശിവൻകുട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഹൈജാക്ക് ചെയ്യാന്നുള്ളതല്ല, ഇന്ത്യ ഭരിക്കുക. നീലക്കുറുക്കൻ കൂകും എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. നീലക്കുറുക്കൻ കൂകി ഉള്ള കാര്യം പോപ്പുലർ ഫ്രണ്ടുകാരെ വിളിക്കണം എന്ന കൃത്യമായ ഭരിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് മനസ്സിലായല്ലോ. നിങ്ങൾ വെറുതെ കിടന്ന് ജനാധിപത്യപരമായി മനസ്സിലാക്കാനുള്ള ബോധം ജനാധിപത്യ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് നിങ്ങൾ കേൾക്കാനൊരു മനസ്സ് കാണിക്കേ. പ്രശ്നം എന്തത്ര സംഭവേ, ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനകീയ പിന്നെ വോട്ട് തെരഞ്ഞെടുപ്പിലൂടെ ഈ കേരളത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ലേ? SDPക്ക് മത്സരിച്ചാൽ ഭരിക്കാൻ കഴിയില്ലേ? അതിനൊക്കെ ഒരു അവസരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് വരെയും നിങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയും SDPക്ക് ഒരു രീതിയിലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ആയിട്ടില്ല. ഒറ്റയ്ക്ക് മത്സരിക്കാം. ഞങ്ങൾ വരുന്ന ലോക്സഭ നിങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അദ്ദേഹം പ്രതിയാണ്. 2026 നിങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. ഒറ്റയ്ക്ക് മത്സരിക്കണോ അതോ ഘടകകക്ഷിയായിട്ട് മത്സരിക്കണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. BJPയുടെ ഒരു ഉപദേശവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയില് ഒരു ഉദാഹരണം പറയാം.
നിങ്ങൾ തുറന്നു പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്ത് നേമത്ത് SDPI CPM-ന് വോട്ട് ചെയ്തു എന്ന് പത്രസമ്മേളനം നടത്തിയത് SDPI അല്ലേ? മറന്നുപോയോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ജനാധിപത്യമേ അറിയൂ എന്നാ ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ജനാധിപത്യം നിങ്ങൾക്ക് അറിയില്ല സാർ. നിങ്ങൾക്ക് BJP-യെ അതെ അതെ, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലെയുള്ള CPM പോലെയുള്ളവരും നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അല്ല, ഹൈജാക്ക് ചെയ്ത് നിങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. കാര്യം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് മന്ത്രിയൊക്കെ ഹൈജാക്ക് ചെയ്യാം, MP ഒക്കെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു MLA ഉണ്ടാകുന്നു. ഞാൻ വേറെ പറയാം, ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിച്ചിട്ടില്ല. മേഡം അത് തിരുത്തണം. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. വേറൊന്ന്, നമ്മൾ പിന്നെ മുന്നണിയുടെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കോ മത്സരിക്കാൻ മുന്നണിയുമായിട്ട് ചർച്ച ചെയ്യും. ഇനി BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അത് എടുക്കാം, എടുക്കാതിരിക്കാം. അതൊക്കെ അപ്പോഴപ്പോഴുള്ള രാഷ്ട്രീയ നിലപാടാണ്.